Hi all, welcome to Competitive Cracker. സെറ്റ് സുവോളജി എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Enzymes which are produced in inactive form in the living cells are called. Enzymes which are produced in inactive form in the living cells are called. അതായത് ലിവിങ് സെൽസിൽ ഇനാക്റ്റീവ് ഫോമിൽ കാണുന്ന എൻസൈം നോക്കാം. ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ എ ലൈസോസൈംസ്, ദെൻ ഓപ്ഷൻ ബി എപ്പോ എൻസൈംസ്, ഓപ്ഷൻ സി പ്രോ എൻസൈംസ്, ഓപ്ഷൻ ഡി ഐസോസൈംസ്. ഇതിൽ ഈ 4 ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. കാരണം ഇതിൽ ഓരോ ഓപ്ഷൻസും പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലൈസോസൈം. ലൈസോസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്നുള്ളത് നോക്കാം. They are the enzyme that can be found in tears, saliva, sweat, mucus, etc. അതായത് ടിയേഴ്സില്, അതുപോലെ സലൈവ, സ്വെറ്റില്, മ്യൂക്കസില് ഒക്കെ കാണുന്ന എൻസൈമാണ് നമ്മുടെ ലൈസോസൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു അറ്റാക്ക് ആൻഡ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ ദാറ്റ് ട്രൈ ടു എൻറ്റർ അവർ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആന്റിജൻസിൽ നിന്നും നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഇത്തരം ലൈസോസൈംസിന് ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എപ്പോ എൻസൈംസ്. എപ്പോ എൻസൈംസിനെ മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, എപ്പോ പ്രോട്ടീൻ എന്നുകൂടി പറയാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് an enzymatically inactive protein part of an enzyme. അതായത് ഒരു എൻസൈമിന് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് എപ്പോ എൻസൈം. ഓക്കെ, എൻസൈമിന് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ട്, ആ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് എപ്പോ എൻസൈം. The next one is proenzymes. In the proenzymes നോക്കാം. They are inactive forms of enzymes which are activated in the presence of activators. proenzymes എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള എൻസൈംസ് ആണ്, പക്ഷെ അത് ആക്റ്റീവ് ആയിട്ട് മാറും. എങ്ങനെ? ചില ആക്ടിവേറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി ഈ ഒരു ഇനാക്റ്റീവ് ഫോംസ് ആക്റ്റീവ് ഫോം ആയിട്ട് മാറുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നോക്കാം. നമുക്കറിയാം നമ്മുടെ പ്രോട്ടീൻ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ ഒരു പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം HCl ആവശ്യമാണ്. നമ്മുടെ സ്റ്റൊമക്കില് എന്തുണ്ട്? ചെറിയൊരു അളവില് HCl പ്രസന്റ് ആണ്. ഈ ഒരു HCl ഉള്ളത് കൊണ്ടാണ് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കറിയാം പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു ഇനാക്റ്റീവ് ഫോമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എൻസൈം. അതിനെ ഈ നമ്മുടെ ശരീരത്തിലുള്ള സ്റ്റൊമക്കിലുള്ള HCl എന്താക്കി മാറ്റുന്നു? ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനാക്കി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോട്ടീനിന്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. പ്രോഎൻസൈംസ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ഫോം ഓഫ് എൻസൈംസ് ആണ്. അത് ചില ആക്ടിവേറ്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി അത് ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ HCl വേണം എന്ന് നമുക്കറിയാം. നമ്മുടെ സ്റ്റൊമക്കിൽ HCl പ്രസന്റ് ആണ്, ചെറിയൊരു അളവിൽ HCl പ്രസന്റ് ആണ്. ഈ ഒരു HCl ആണ് പെപ്സിനോജനെ, ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനോജനെ എന്താക്കി മാറ്റുന്നത്? ആക്റ്റീവ് ഫോം ആയിട്ടുള്ള പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലൈസോസൈംസ്. Isozymes, last one, നോക്കാം. They are enzymes that differ in amino acid sequence but catalyze the same chemical reaction. I repeat, the isozymes are enzymes that differ in amino acid sequence but catalyze the same chemical reactions. അപ്പോൾ ഈ 4 ഓപ്ഷൻസും ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു enzymes which are produced in inactive form in the living cells are called. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരിക? The correct answer is option C. proenzymes എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് proenzymes. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The causative agent of Hansen's disease is. Options. Option A Mycobacterium leprae. Then option B Mycobacterium tuberculosis. Option C Clostridium tetani. Then option D Clostridium botulinum. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹാൻസൺസ് ഡിസീസിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാണ്? ഏത് സൂക്ഷ്മജീവിയാണ്
നമ്മുടെ ഹാൻസൺസ് ഡിസീസിന് കാരണമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട് നമ്മുടെ എക്സാമിന്. ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹാൻസൺസ് ഡിസീസ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രേ. ഫസ്റ്റ് പോയിന്റ്, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ലെപ്രേ. ദെൻ ലെപ്രസി ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഹാൻസൺസ് ഡിസീസ്. അതായത് ഹാൻസൺസ് ഡിസീസിനെ പറയുന്ന മറ്റൊരു പേരാണ് ലെപ്രസി. ലെപ്രസി. ഡോക്ടർ G.H. Armour Hansen, who discovered this infectious disease in the year 1873. അപ്പോൾ ഹാൻസൺസ് ഡിസീസിന് ഈ ഒരു പേര് വരാനുള്ള കാരണം കൂടി ഇതാണ്. ഓക്കെ, ഈ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് G.H. Armour Hansen ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന് ഹാൻസൺസ് ഡിസീസ് എന്നുള്ള പേര് വന്നത്. ലെപ്രസി എന്നും പറയുന്നു അല്ലേ. ഇതിൽ നമുക്ക് ഇയറും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. 1873 ഈ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ദെൻ അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരിക? ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് ഹാൻസൺസ് ഡിസീസ് ഈസ്, ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ എ മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗോഷേഴ്സ് ഡിസീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മാൽന്യൂട്രീഷൻ, ദെൻ ഓപ്ഷൻ ബി അബ്നോർമൽ പ്രോട്ടീൻ മെറ്റബോളിസം, ഓപ്ഷൻ സി അബ്നോർമൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഓപ്ഷൻ ഡി അബ്നോർമൽ ലിപ്പിഡ് മെറ്റബോളിസം. ഓക്കെ, ഇപ്പൊ ഗോഷേഴ്സ് ഡിസീസ് ഇതിൽ ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇവിടെ നോട്ട് ചെയ്യണം. ഇവിടുന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാമിന്, സെറ്റ് സുവോളജി എക്സാമിന് നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഗോഷേഴ്സ് disease is caused by low levels of glucocerebrosidase. ഓക്കെ, ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈംസിന്റെ ലോ ലെവൽ ആവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിന്റെ സെക്രീഷൻ കുറയുന്നത് കൊണ്ടാണ് ഈ ഒരു ഗോഷേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. ദെൻ ഗോഷേഴ്സ് ഡിസീസ് ഇസ് എ റയർ ജനറ്റിക് ഡിസോർഡർ പാസ്ഡ് ഡൗൺ ഫ്രം പാരന്റ്സ് ടു ചിൽഡ്രൻ. വളരെ റയറായിട്ട് കാണുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് ഇത്. പാരന്റ്സിൽ നിന്നും കുട്ടികളിലേക്ക് ഇൻഹെരിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഡിസോർഡർ കൂടിയാണ് ഗോഷർ ഡിസീസ് എന്ന് പറയുന്നത്. വെൻ യു ഹാവ് ദ ഗോഷർ ഡിസീസ് യു ആർ മിസ്സിംഗ് എൻ എൻസൈം ദാറ്റ് ബ്രേക്സ് ഡൗൺ ദ ഫാറ്റി സബ്സ്റ്റൻസസ് കോൾഡ് ലിപ്പിഡ്സ്. ഓക്കെ, അതായത് ഫാറ്റി സബ്സ്റ്റൻസ് ആയിട്ടുള്ള ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻസൈം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻസൈം. പേരോർത്ത് വെക്കുക കേട്ടോ, ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈം. എന്തിനായിട്ടുള്ള എൻസൈമാണ്? ലിപ്പിഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഫാറ്റി സബ്സ്റ്റൻസുകളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻസൈമാണ് ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ലോവർ സെക്രീഷൻ ആണ് ഈ ഒരു ഗോഷേഴ്സ് ഡിസീസിന് കാരണമാവുന്നത്. ഓക്കെ അല്ലേ. അടുത്ത പോയിന്റ്, ദ ലിപ്പിഡ് സ്റ്റാർട്സ് ടു ബിൽഡ് അപ്പ് ഇൻ സർട്ടൻ ഓർഗാൻസ് സച്ച് ആസ് യുവർ സ്പ്ലീൻ ആൻഡ് ലിവർ ഡ്യൂ ടു ദ ലോ സെക്രീഷൻ ഓഫ് ദി ഗ്ലൂക്കോസെറിബ്രോസിഡേസ്. അതായത് ഈ ഒരു ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സെക്രീഷൻ കുറയുന്നത് മൂലം എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫാറ്റി സബ്സ്റ്റൻസുകൾ, ലിപ്പിഡ്സ് ഒക്കെ നമുക്ക് ശരിക്കും ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഗ്ലൂക്കോസെറിബ്രോസിഡേസ് എന്ന് പറയുന്ന എൻസൈം ആവശ്യമാണ്. പക്ഷെ ഇതിന്റെ ലോവർ സെക്രീഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ ഒരു മെറ്റബോളിസം ഒന്നും ശരിയായ രീതിയിൽ നടക്കില്ല. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്യാനൊന്നും സാധിക്കില്ല. The breakdown of the fatty acids called lipids അല്ലേ. ലിപ്പിഡ്സിന്റെ ബ്രേക്ക് ഡൗൺ ഒന്നും ശരിയായ രീതിയിൽ നടക്കില്ല. അതിന്റെ ഫലമായിട്ട് ഈ ലിപ്പിഡ്സ് ഒക്കെ എവിടെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും? നമ്മുടെ സ്പ്ലീനിൽ, അതുപോലെ നമ്മുടെ ലിവറിലൊക്കെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. ഇത് ഈ ഭാഗങ്ങളുടെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിനെ ബാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഗോഷേഴ്സ് ഡിസീസ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻ എ മാൽന്യൂട്രീഷൻ, ഓപ്ഷൻ ബി അബ്നോർമൽ പ്രോട്ടീൻ മെറ്റബോളിസം, ഓപ്ഷൻ സി അബ്നോർമൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഓപ്ഷൻ ഡി അബ്നോർമൽ ലിപ്പിഡ് മെറ്റബോളിസം. ഓക്കെ, അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ ഏതാ വരിക? ലാസ്റ്റ് അല്ലെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, അബ്നോർമൽ ലിപ്പിഡ് മെറ്റബോളിസം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി കോൾഡ് ആസ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ? നമ്മുടെ എക്സാമിന് എപ്പോഴും ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് തന്നെ ചോദിക്കണം എന്നില്ല. ഒരു ഓർഗാനിസത്തിന്റെ പേര് തന്നിട്ട് അത് ഏത് ഓർഗാനിസം ആണ്, അല്ലെങ്കിൽ അതിന്റെ കോമൺ നെയിം എന്താണ്, ആ രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് commonly called as Portuguese man of war? Option A,
starfish. Option B, Physalia. Option C, Tubularia. Option D, Hydra. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഫൈസാലിയ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ, ഫൈസാലിയ. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പേര് കൂടി നമ്മളിവിടെ ഓർത്ത് വെക്കണം. ഏതൊക്കെയാ നോക്കാം. ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്രഷ് വാട്ടർ സ്പോഞ്ച്. ദ നെക്സ്റ്റ് ഈസ് യൂസ്പോഞ്ചിയ. യൂസ്പോഞ്ചിയ, ഇറ്റ് ഈസ് ബാത്ത് സ്പോഞ്ച്. ദെൻ ആഡംസിയ, സീ അനിമോൺ. പെനാറ്റുല, ഇറ്റ് ഈസ് സീ പെൻ. ഗോർഗോണിയ is sea fan and Maintrina is braid coral. ഓക്കെ, അപ്പൊ ഇതുകൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്യൂഡോ സെഗ്മെന്റേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ ദ ഓർഗാനിസം സച്ച് ആസ്. സ്യൂഡോ സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോൾസ് സെഗ്മെന്റേഷൻ ആണ് അല്ലേ? സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസത്തിന്റെ ശരീരത്തിൽ ചെറിയ 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 സെഗ്മെന്റുകളായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എർത്ത് വേമിന്റെ ഒക്കെ ബോഡിയിൽ അല്ലെ, പുറമേ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ സെഗ്മെന്റുകളായിട്ട് കാണാൻ സാധിക്കും. പുറമേ മാത്രമായിരിക്കില്ല, ഉള്ളിലും ഇതുപോലെ തന്നെ സെഗ്മെന്റേഷൻ ഉണ്ടാവും അല്ലെ? ഇതിൽ ഓരോ സെഗ്മെന്റിനെയും നമ്മൾ മെറ്റാമേഴ്സ് എന്ന് പറയുന്നു. മെറ്റാമേഴ്സ്, ഈ ഒരു ഫിനോമിനോണിനെ നമുക്ക് മെറ്റാമറിസം എന്ന് പറയാം അല്ലെ? ഓരോരോ സെഗ്മെന്റുകളായിട്ട് കാണാം. അപ്പൊ സെഗ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പുറമേ കാണുന്ന ആ ഒരു സെഗ്മെന്റ് മാത്രമല്ല, ഒരു സെഗ്മെന്റിലുള്ള ആ ഒരു ഡിവിഷൻ മാത്രമല്ല, ഉള്ളിലും അതുപോലെ ആ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലേക്കും അതുപോലെ ഒരു സെഗ്മെന്റിലുള്ള പല കാര്യങ്ങളും അടുത്ത സെഗ്മെന്റിലുകളും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണം. എല്ലാത്തിലും ഇല്ലെങ്കിലും ഒരു 3-4 സെഗ്മെന്റുകളിലെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരണം. അപ്പോഴേ നമുക്ക് സെഗ്മെന്റേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. പുറമേ മാത്രം കണ്ടാൽ പോരാ, ഉള്ളിലേക്കും എന്ത് കാണണം? ഇതുപോലെ സെഗ്മെന്റുകളായിട്ട് തന്നെ കാണണം. ഓക്കെ, അങ്ങനെയുള്ള ഓർഗാനിസംസിനെ നമുക്ക് എന്ത് പറയാം? ദേ ഷോ മെറ്റാമറിസം. മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ആണ് അവരുടെ ബോഡി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ സ്യൂഡോ സെഗ്മെന്റേഷനെ കുറിച്ചാണ്. സ്യൂഡോ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ്? ഫോൾസ് സെഗ്മെന്റേഷൻ ആണ്. ഓക്കെ, ഇഫ് ദ ബോഡി ഈസ് സെഗ്മെന്റഡ് ആൻഡ് ഈച്ച് സെഗ്മെന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ, then it is called as pseudo segmentation or false segmentation. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ്, ഈ ഒരു ഫിനോമിനോണിനെ സ്യൂഡോ മെറ്റാമറിസം, സ്യൂഡോ മെറ്റാമറിസം എന്ന് പറയാം. അതുപോലെ തന്നെ സ്ട്രോബിലൈസേഷൻ, ഈ ഒരു ടേം ഓർത്ത് വെക്കുക. സ്യൂഡോ മെറ്റാമറിസത്തിന് പറയുന്ന മറ്റൊരു ടേമാണ് സ്ട്രോബിലൈസേഷൻ എന്ന് പറയാം. സെഗ്മെന്റേഷൻ ബൈ എക്ടോഡേം. ഓക്കെ ആണല്ലോ? സെഗ്മെന്റേഷൻ എവിടെ മാത്രമേ വരൂ? എക്ടോഡേമിലും മാത്രമേ വരൂ അല്ലെ? 3 ജേം ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. പക്ഷെ സ്യൂഡോ സെഗ്മെന്റേഷന്റെ കേസിൽ ഇവിടെ എക്ടോഡേമിൽ മാത്രമേ എന്ത് വരൂ? സെഗ്മെന്റേഷൻ വരൂ. എൻഡോഡേമിലും മീസോഡേമിലും ഒന്നും എന്ത് വരില്ല? സെഗ്മെന്റുകളായിട്ട് വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോ സെഗ്മെന്റേഷൻ അഥവാ ഫാൾസ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സ്ട്രോബിലൈസേഷൻ എന്ന് കൂടി ഇതിനെ പറയുന്നു. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് സ്യൂഡോ സെഗ്മെന്റേഷൻ കാണിക്കുന്ന ഓർഗാനിസത്തിന് ഒരു എക്സാമ്പിൾ നമുക്ക് ടേപ്പ് വേം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. സ്യൂഡോ സെഗ്മെന്റേഷൻ ഇസ് എക്സിബിറ്റഡ് ബൈ ദ ഓർഗാനിസം സച്ച് ആസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അനലിഡ, ദെൻ ഓപ്ഷൻ ബി ആർത്രോപോഡ, ഓപ്ഷൻ സി പ്ലാറ്റിഹെൽമിന്തസ്, ഓപ്ഷൻ ഡി പോറിഫെറ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം ടേപ്പ് വേം ഇതിലാ വരുന്നത്? പ്ലാറ്റിഹെൽമിന്തസിലാണ് വരുന്നത് അല്ലേ? അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി, പ്ലാറ്റിഹെൽമിന്തസ്. ദെൻ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് കരുതി ആരും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് വരുന്ന ദിവസങ്ങൾ നമ്മുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാം. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ഓരോ കണ്ടന്റുകളും വളരെ കൃത്യമായും വ്യക്തമായ രീതിയിലുമുള്ള, സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള, എന്നാൽ നമ്മുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ
നമ്മുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സെറ്റ് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ലൈവ് സെഷനിലൂടെ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെൻറ്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിതിനായിട്ട് ടെലഗ്രാം ചാനൽ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓരോ ഡേയിലും നിങ്ങൾ പഠിക്കേണ്ട, ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു, വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസങ്ങളും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ അറിയിക്കും. ആ ഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിച്ചു പോകണം. യാതൊരു ടെൻഷനും വേണ്ട. നമുക്കറിയാം HSST, ഇനി ഒരു HSST എക്സാം LPUPക്ക് ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ HSSTയുടെയും അതുപോലെ തന്നെ HSAയുടെയും നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി വരാനുള്ളത്. ഒരു മികച്ച അധ്യാപിക എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്